അമേരിക്ക ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചൈനയുമായിട്ടുള്ള ചെയ്യാനുള്ള എനിക്ക് തോന്നുന്നില്ല ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. കാരണം അമേരിക്കൻ എക്കോണമിയെ ബാധിക്കുന്ന, അമേരിക്കൻ ഡിഫൻസിനെയും ബാധിക്കുന്നൊരു സംഭവമാണ് ചൈനയായിട്ട് ഇപ്പം അവർ തർക്കത്തിലുള്ളത്. അതായത് നേരത്തെ ഇവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. റെയർ എർത്ത് മിനറൽസ്, അതായത് സ്ട്രോങ് മാഗ്നറ്റ് പല രീതിയിലുണ്ട്. അപ്പം അതിൻ്റെ ഡ്യുവൽ യൂസാണ്. ഒന്നാമത് ഈ സിവിലിയൻ പർപ്പസിനുള്ള യൂസ് ഉണ്ട്, അതേപോലെ തന്നെ ഡിഫൻസ് പർപ്പസിൻ്റെ യൂസ്. ഇപ്പം സിവിലിയൻ പർപ്പസിൻ്റെ യൂസ് മാത്രമേ അമേരിക്ക ചെയ്യാൻ നേരത്തെ പറഞ്ഞില്ല. ഇപ്പം ചൈന അത് കടുപ്പിച്ചിട്ട് പറഞ്ഞു, അത് അവർ കൊടുക്കുന്ന റെയർ എർത്ത് മെറ്റൽസ് മനസ്സിലാക്കുക. ലോകത്തിലെ റെയർ എർത്ത് മെറ്റൽസിൻ്റെ 60-70% മാനുഫാക്ചറിങ് ചൈനയാണ് ചെയ്യുന്നത്. അമേരിക്ക കഴിഞ്ഞ 70 വർഷമായിട്ട് നിർത്തിവെച്ചേക്കുമായിരുന്നു. ഈ 3-4 മാസം മുമ്പ് അവരും ഈ റെയർ എർത്തിൻ്റെ മൈനിങ്ങും മാനുഫാക്ചറിങ്ങും അവർ തുടങ്ങി. കാരണം ചൈനയെ ഇനിയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന സാഹചര്യത്തിൽ. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ പെട്ടെന്ന് ചൈന പറഞ്ഞു ഡിഫൻസ് യൂസിന് പറ്റത്തില്ല, എയർക്രാഫ്റ്റിന് പറ്റത്തില്ല, അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ബോംബുകൾ ഉണ്ടാക്കാനും മറ്റുള്ള സാധനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, സിവിലിയൻ യൂസിന് മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ ചൈന അത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് ഇത് കൊടുക്കുന്ന പല രാജ്യങ്ങൾക്കും ചൈന കത്തെഴുതി. അവർ ഡിപ്ലോമാറ്റിക്കലി മറ്റുള്ള രാജ്യങ്ങളോടും പറഞ്ഞു, ഇവരോടും പറഞ്ഞു, നിങ്ങളും ഈ സാധനം അമേരിക്കയ്ക്ക് കൊടുക്കരുത്. അതേപോലെ തന്നെ ഇന്ത്യക്കും. കാരണം ഇന്ത്യയും ഈ പറയുന്ന റെയർ എർത്ത് മെറ്റൽസ്, അതായത് സ്ട്രോങ് മാഗ്നറ്റ് വാങ്ങുന്നത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ്.